ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻറ്റ് കാണും. ഇത് നമ്മൾ ബുർജുമാലിലേക്ക് ഇറങ്ങിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്ത കണ്ട്, ഹോം ബോക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറിയതായിരുന്നു. കുറച്ച് കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കിട്ടോ. ഒക്കെ കൊറിയൻസിൻ്റെ, ഫിലിപ്പീൻസിൻ്റെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കണ്ടത്. പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ടാവും വിചാരിച്ച്, പക്ഷേ അങ്ങനെ വലിയ ഡിഫറെൻ്റ് ഒന്നുമില്ല, സെയിം റേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ കുറേ കളക്ഷനൊക്കെ ഫസ്റ്റ് നോക്കിയാൽ കുറച്ച് കളക്ഷൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പിന്നെ കപ്പിൻ്റെ ഒരു സെക്ഷനെ നമ്മൾ കണ്ട്, അവിടെ കുറച്ച് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ കുറേ നോക്കി ഏതെടുക്കും എന്നുള്ളത്. നമ്മൾ കുറേ ആയി 2 കപ്പ് വാങ്ങണം വിചാരിക്കുന്നു. നമുക്ക് ഓൾറെഡി ഉണ്ട്, ചെറിയ കപ്പാണ്.
അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കപ്പ അതിനെ കൊണ്ട് നിസ്കാ പറഞ്ഞ് ഇതാകുമ്പോൾ നമുക്ക് നമ്മളധികവും ചായ രണ്ടാമതും ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ കുടിക്കലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് കുടിക്കാമല്ലോ. അങ്ങനെ പിന്നെ 2 എണ്ണം വാങ്ങിക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ കുറേ നോക്കി. എനിക്ക് ആ ബ്ലൂ അതിന് ഫസ്റ്റ് ഇഷ്ടമായത്. പിന്നെ അങ്ങനെ കുറേ നോക്കി ഏതെടുക്കും എന്നുള്ളത്. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ ആ ബ്ലൂ തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ നിസ്കാകം വേണ്ടിയിട്ട് നിസ്കാകം ഒന്ന് സെലക്ട് ചെയ്ത്. പിന്നെ കിച്ചണിലേക്ക് ഇതാ ഈ ഒരു സ്റ്റാൻഡ് ആവശ്യമുണ്ടേനോ. അങ്ങനെ പിന്നെ ഈ സ്റ്റാൻഡ് നോക്കി. മറ്റേത് തുരുമ്പ് പിടിക്കുമോ, അതുകൊണ്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ് എടുത്തത്. ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി വെക്കാം കേട്ടോ, നമുക്ക് 2 പേർക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അങ്ങനെ അതൊന്നെടുത്ത് പിന്നെ ബെഡ്റൂമിലേക്കുള്ള ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടായത്. അവിടെ പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഈ ഒരു ചെറിയ പില്ലോ ആവശ്യമുണ്ടേനു. അങ്ങനെ പില്ലോ നോക്കി അതങ്ങനെ ഒന്നെടുത്ത്. പിന്നെ നമ്മൾ കുറേ നോക്കി ഇനി വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒന്നുമില്ല. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. ബില്ല് ചെയ്യാൻ പോയപ്പോൾ ക്യൂ എന്താ പറയുക, അത്രയും ക്യൂ ഉണ്ടേനു. എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടേനു. അതുകൊണ്ട് തന്നെ കുറേ ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ കുറേ ബെഡ് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി റെസ്റ്റ് എടുക്കുക ചെയ്തത്. കാരണം എനിക്ക് ഈ ഒരു ഫീവർ വരുന്ന ക്ഷീണം അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാക ബില്ല് ചെയ്തൊക്കെ വന്ന് നമ്മളിങ്ങനെ H&Mൽ കയറിട്ടോ. പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഡ്രസ്സ് വേണ്ടായിരുന്നു, കാരണം ഓൾറെഡി എടുത്തതാണ്. പിന്നെ നിസ്കാൻ്റെ സെക്ഷനിലൊന്ന് മുകളിൽ കയറി നോക്കി. അപ്പോൾ അവിടെ കളക്ഷൻ ഉണ്ടോ ചോദിച്ചാലുണ്ട്, പക്ഷേ നിസ്കാൻ ഒന്നും വലിയ ലൈക്കായില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഫുഡ് പിന്നെ എപ്പോൾ നമ്മൾ KFC അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ വന്നാൽ ഓർഡർ ചെയ്ത് തിന്നൽ. അപ്പോൾ നമ്മൾ കൊറിയൻ ട്രൈ ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങനെ ട്രൈ ആക്കിയതാണ്. അപ്പം ഒരു കോംബോ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എന്തോ സ്പാർക്കലിംഗ് മീൽ കോംബോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് പേരറിയില്ല, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു കോംബോ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. സ്പൈസി ആട്ടോ ഞാൻ എടുത്തത്, കാരണം നമുക്ക് സെലക്ട് ചെയ്യാം അവിടുന്ന് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാം കോംബോയിൽ. പിന്നെ സൂപ്പ് എക്സ്ട്രാ വാങ്ങിച്ചതാണ്, വെജിറ്റബിളിൻ്റെ സൂപ്പാണ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ സൂപ്പാണ് ട്രൈ ആക്കിയത്. സൂപ്പ് എനിക്ക് കുറച്ച് വിശപ്പുണ്ട്, അതിനെക്കൊണ്ട് ഫസ്റ്റ് ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇറക്കിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ആണെങ്കിൽ പോലും അതിൽ ഒരു ബാഡ് ഫ്ലേവർ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഉണക്കലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പോയി ഇവരുടെ ഇങ്ങനത്തെ ഒക്കെ ടേസ്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ അത് സൂപ്പ് അതിനെ കൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വിചാരിച്ച്. പിന്നെ കുറേ പേരുണ്ടേനു കേട്ടോ. പിന്നെ ഞാൻ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. റൈസ് കുഴപ്പമില്ല, ഒരു ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ കുറച്ച് കഴിച്ച്. പിന്നെ ഞാൻ ഒരു ചിക്കൻ ഐറ്റംസ് ഞാൻ കഴിച്ച് നോക്കി. ചിക്കനൊന്നും എനിക്ക് വലിയ കുഴപ്പമായി തോന്നിയില്ല. പക്ഷേ ഫസ്റ്റത്തൊക്കെ എനിക്ക് എല്ലാം ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതുകൊണ്ടുള്ളതും ഒരു ചെറിയ വിശപ്പിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് രുചിയായിട്ട് തോന്നിയത്. പിന്നെ കഴിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇറങ്ങിയിരിക്കും, നമ്മുടെ ഈ ഒരു ഫീവർ വരുന്നതിൻ്റെ ആ ഒരു എന്തോ ഒരു ചെറിയ ലക്ഷണങ്ങളൊക്കെ അന്നേരം ഉണ്ടേനു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ ഫുഡൊന്നും ഇറങ്ങണില്ല. അങ്ങനെ പിന്നെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാക്സിമം നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ച്. പിന്നെ കിംച്ചി ആ ഒരു സാലഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ടാണ് ഞാൻ കിംച്ചി ഓർഡർ ചെയ്തത്. പിന്നെ മറ്റേ പച്ച കളർ വരുന്ന ആ ഒരു ഇത് എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് ലീഫാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചീരൻ്റെ ഒക്കെ പോലെ ഉണ്ടേനു കഴിച്ചപ്പോൾ. പക്ഷേ ഒരു വേവിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച പോലെ ഒരു മണ്ണിൻ്റെ ഒരു ഫ്ലേവറും ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു ചവയ്ക്കുമ്പോൾ ഒരു മണ്ണ് ഇങ്ങനെ ചവയ്ക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ പച്ച ചൊഴിക്കുന്ന ഒരു രീതിയൊക്കെയാണ് എനിക്ക് ആ ഒരു ഗ്രീൻ സാലഡ് തോന്നിയത്. കിംച്ചി പിന്നെ ചെറിയൊരു ഷുഗറായിട്ടുള്ള രീതിക്ക് തോന്നി. കുറച്ചൊരു മധുരവും കുറച്ചൊരു എരിവും അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉണക്കലിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിനൊക്കെ തോന്നി. നിസ്കാവ് പറഞ്ഞ് പെട്ടില്ലേ എന്നൊക്കെ. നിസ്കാവ് ഞാനും കൂടെ ഇത് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ മുഖം കണ്ടപ്പോൾ പറഞ്ഞത് കഴിക്കാൻ കഴിയൂല അല്ലേ എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം. ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതിൻ്റെ ഒന്നിനും പറ്റൂല കേട്ടോ. ചിക്കന് പിന്നെ ഞാൻ കഴിച്ച്. ഈ റൈസ് ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും സൂപ്പാണെങ്കിലും ഒന്നിനും എനിക്ക് പറ്റിയില്ല. ഒന്നാമത് ഫീവർ ഉണ്ടായതിനെ കൊണ്ട് എല്ലാ ടേസ്റ്റ് ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അതിന് നിസ്കാക ഒരു പിസ്സ ഓർഡർ ചെയ്ത്, കാരണം അത് കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ നിസ്കാക പിസ്സ കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാനും പിന്നെ പിസ്സ ഒരു പീസ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ഒരു പീസ് ഞാനും എടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കി കേട്ടോ. പക്ഷേ എനിക്ക് പിസ്സയും കഴിക്കാൻ പറ്റിയില്ല. ഒന്നെങ്കിൽ എനിക്ക് ഫീവർ വരുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ പിസ്സ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ഫീവറായിട്ട് ഓൾറെഡി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ
അറിഞ്ഞും കൊണ്ടല്ല ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തത്. കഴിക്കുമ്പോഴാണ് കഴിക്കാൻ പറ്റണില്ല എന്ന് മനസ്സിലായത്. മറ്റത് ഓൾറെഡി എനിക്ക് ഫ്ലേവർ ലൈക്ക് ആയിട്ടില്ല. ഞാൻ പൊതുവേ കൊറിയൻ ടീംസിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം നാട്ടിലൊക്കെ ഞാൻ കുറേ കൊറിയൻ ടീംസിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവരുടെ ഒറിജിനൽ സാധനങ്ങളല്ലേ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റിൽ തിന്നാൻ പറ്റുമെന്ന് വിചാരിച്ച് വാങ്ങിയാണ്. പക്ഷേ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫിലിം കാണാമെന്നുള്ള രീതിക്ക് അങ്ങനെ അവിടെ പോയി നോക്കിയിട്ട് ഏതൊക്കെ ഫിലിം ഉണ്ട് എന്നുള്ളത്. 10 മണിൻ്റെ ഷോ ആണ് നോക്കിയത്. അങ്ങനെ മന്ദാകിനി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫിലിം ഇപ്പം ഉണ്ടല്ലോ, അത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത്. എല്ലാം കുറച്ച് നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കേണ്ടി വന്ന്. നിസ്കാരം പിന്നെ പോപ്കോൺ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ അവിടെ കുറച്ച് സമയം ഇരുന്ന് കേട്ടോ, പോപ്കോൺ വാങ്ങിയ സമയത്തും. പിന്നെ എല്ലാവരും കുറച്ച് ഫ്രീ ടൈമാണ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇരുന്ന്. പിന്നെ 5-ലായിരുന്നു നമ്മളെ ഫിലിം വരുന്നത്. പിന്നെ അങ്ങോട്ട് നടന്ന് പിന്നെ തിയേറ്ററിലും കുറച്ച് സമയം ഇരുന്ന് പരസ്യം കണ്ടിട്ട്. കാരണം എല്ലാം കുറച്ച് നേരത്തേനു കേട്ടോ നമ്മൾ ചെയ്തത്. കാരണം വേറെ പ്രത്യേകിച്ച് ഇനി പണിയൊന്നും ഇല്ലേനു. അപ്പോൾ നേരത്തെ കാലത്ത് പോയി അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ ഫിലിം കണ്ട് കുറേ ചിരിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി. എല്ലാ സ്റ്റാഫുകളും പോകുന്നുണ്ടേനു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ.